ഇന്ന് ചെയ്തത് നാടൻ രീതിയിലുള്ള ബട്ടർ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്നും അത് ഉരുക്കി എങ്ങനെയാണ് നെയ്യാക്കി എടുത്ത് വെക്കുന്നതെന്നും ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രണ്ട് ലിറ്റർ പാലാണ് ചരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഓൺ ചെയ്തിട്ടുണ്ട്. പാല് തിളച്ച് വരുന്നുണ്ട്. പുറത്ത് പോകരുത്. തിളച്ച് തണുപ്പിക്കാനായിട്ട് വെക്കണം. പാല് തണുത്തിട്ടുണ്ട്. മുകളിൽ കട്ടിയായിട്ടുള്ള ക്രീം ഫോം ചെയ്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം. ഇത് കുറച്ച് 2 ദിവസം മുമ്പുള്ള ക്രീമും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ടോട്ടൽ 3 days ക്രീമാണിത്. ഇതിലോട്ട് 1 സ്പൂൺ കേർഡ് മിക്സ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ഡേ ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളം ആഡ് ചെയ്യണം. ഹാഫ് മിക്സി വെള്ളം ആഡ് ചെയ്യണം. മിക്സിയുടെ വലിപ്പം അനുസരിച്ച് വെള്ളം ഒഴിക്കണം. അതാണ് ഞാൻ കാണിച്ചു തരാത്തത്. ബ്ലെൻഡ് ചെയ്യുകയാണ്. 1 minute ബ്ലെൻഡ് ചെയ്യണം. ബട്ടർ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. വുഡിൻ്റെ തവിയായിരിക്കും ബെസ്റ്റ് കോരിയെടുക്കാനായിട്ട്. ടോട്ടൽ 5 ലിറ്റർ മിൽക്കിൻ്റെ ബട്ടറാണിത്. ആദ്യം 2 ദിവസം 1.5 മിൽക്ക് വെച്ചാണ് ഞാൻ ബോയിൽ ചെയ്ത് അതിൻ്റെ ക്രീമും പിന്നെ ഇത് 2 ലിറ്ററിൻ്റെ ഉണ്ട്. ടോട്ടൽ 5 ലിറ്ററിൻ്റെ ക്രീമാണിത്. ഇത് നമുക്ക് ഡ്രിങ്ക് ചെയ്യാനായിട്ട് ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ മോരോ ഉണ്ടാക്കാം. ഈ വെള്ളം കൂടി തിരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇനഫ് മോരുവെള്ളത്തിനുള്ള വെള്ളം ആവശ്യത്തിനുള്ളതായി. ഈ ബട്ടർ ഞാൻ 1/2 hour ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. ഹാഫ് ആൻ അവർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത ബട്ടറാണിത്.
അപ്പോൾ ഇത് ഞാനിനി ഒരു ചെറിയ പാനിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുവാണ്. നല്ല തിക്കായിട്ടുള്ള ഫോം ആയിട്ടുണ്ട്. അല്പാൽപ്പമായിട്ട് ഉരുക്കി വരണം. ഏതാണ്ട് കംപ്ലീറ്റ് ഉരുക്കി വന്നുകൊണ്ടിരിക്കുന്നു. ജലാംശം മുഴുവൻ മാറണം. ഇതിൻ്റെ പത ഓൾമോസ്റ്റ് കെടുമ്പോഴത്തേനും വെള്ളമൊക്കെ വറ്റും. അപ്പോൾ കട്ട മുഴുവനും ഉരുക്കി തീരാൻ പോണു. നെയ്യ് കംപ്ലീറ്റ് പ്യുവർ നെയ്യ് ഇതാണ്.